നമസ്കാരം. ചൈനയ്ക്കും പാകിസ്ഥാനും കനത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഷ്യോക്ക് ടണൽ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. വർഷങ്ങളോളം ബോർഡർ റോഡുകളുടെ ഒരു വികസനം ഭാരതം നടപ്പിലാക്കിയില്ല. കഴിഞ്ഞ കാലങ്ങളിലെ കോൺഗ്രസ് സർക്കാരുകളുടെ ഒരു പിടിപ്പുകേട് കാരണം ഇത്തരം ഈ മേഖലയിലേക്ക് ഇന്ത്യ ഒരു രീതിയിലുമുള്ള കടന്നുകയറ്റം നടത്തിയില്ല. കാരണം ചൈനയെ ഇത് വലിയ രീതിയിൽ പ്രകോപിതമാക്കുമെന്നും അത് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ശരിക്കും വലിയ ഒരു പ്രതികൂലമായൊരു സാഹചര്യം ഉണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ പ്രതിരോധ മന്ത്രിയായ ആന്റണി തന്നെ രംഗത്തെത്തിയിരുന്നു കോൺഗ്രസിൻ്റെ ഭരണകാലത്ത്. അപ്പോൾ ആ രീതിയിൽ ചൈനയെ ഭയന്നുകൊണ്ട്, പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകര ആക്രമണങ്ങളെ ഭയന്നുകൊണ്ട് ഇന്ത്യയുടെ ബോർഡർ റോഡ് വികസിപ്പിക്കാത്ത ഒരു ഭരണകൂടങ്ങളായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ഇന്ത്യ ഭരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ബോർഡർ റോഡുകൾ വളരെ ദ്രുതഗതിയിൽ റെക്കോർഡ് വേഗത്തിലാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഷ്യോക്ക് ടണൽ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. കിഴക്കൻ ലഡാക്കിലെ ദർബുക് ഷ്യോക്ക് ദൗലത് ബാഗിൽ വളരെ പ്രതികൂലമായ കാലാവസ്ഥകളിലും സഞ്ചാരയോഗ്യമാകുന്ന രീതിയിൽ ആണ് നമുക്ക് ഷ്യോക്ക് ടണൽ അവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഞായറാഴ്ച ഇന്ന് പ്രതിരോധ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ചെറുതൊന്നുമല്ല ഇതുകൊണ്ടുള്ള ഒരു പ്രയോജനം. രാജ്യത്തെ ഏറ്റവും സെൻസിറ്റീവായ അതിർത്തി പ്രദേശങ്ങളിൽ ഒന്നാണ് ലഡാക്ക്. അവിടേക്ക് സൈനിക വിന്യാസം ഏറ്റവും നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാനും അങ്ങോട്ടുള്ള സാധന സാമഗ്രികളുടെയൊക്കെ കൈമാറ്റത്തിനും വളരെ അത്യന്താപേക്ഷിതമാണ് ഷ്യോക്ക് ടണൽ. കിഴക്കൻ ദർബുക് ഷ്യോക്ക് ദൗലത്ത് റൂട്ടിൽ DSCBO ഈ റൂട്ടിലാണ് ഷ്യോക്ക് ടണൽ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 5 നേട്ടങ്ങൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. തുരങ്കം സായുധ സേനയുടെ ചലനത്തെ വളരെ നല്ല രീതിയിൽ സഹായിക്കും. അതോടൊപ്പം തന്നെ ഏറ്റവും സുരക്ഷിതവും വേഗത്തിലും ഈ മേഖലയിലേക്ക് സൈന്യത്തിന് നീങ്ങാൻ പറ്റും. ആവശ്യമായിട്ടുള്ള സാധന സാമഗ്രികൾ ഏറ്റവും റിമോട്ടായിട്ടുള്ള ഫോർവേഡ് പോസ്റ്റുകളിലേക്ക് എത്തിക്കുന്നതിന് ഇത് വളരെയധികം സഹായിക്കും. വളരെ ഐസൊലേറ്റ് ആയിട്ടുള്ള, വളരെ ഒഴിഞ്ഞു മാറിയിട്ടുള്ള, ഒറ്റപ്പെട്ട് കിടക്കുന്ന പോസ്റ്റുകളിലേക്ക് സാധന സാമഗ്രികൾ എത്തിക്കാനായിട്ട് ഇത് വളരെ വലിയ സഹായമാണ് ചെയ്യുന്നത്. വർഷം മുഴുവൻ ഈ പ്രദേശങ്ങളിലേക്ക് അവശ്യ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. കാരണം ഏറ്റവും പ്രതികൂലമായ സാഹചര്യങ്ങളിലും ഈ റോഡ് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ വർഷം മുഴുവൻ ഈ പ്രദേശങ്ങളിലേക്ക് ആവശ്യമായ സാധന സാമഗ്രികൾ എത്തിച്ചു കൊടുക്കാൻ കഴിയും. സൈന്യത്തിൻ്റെ ആവശ്യങ്ങൾക്കപ്പുറം ഒരു മികച്ച കണക്ടിവിറ്റി സന്ദർശകർക്ക് ഈ ഭാഗത്തേക്ക് എത്താൻ കഴിയും. വലിയ രീതിയിലുള്ളൊരു പര്യവേഷണത്തിന് ടൂറിസ്റ്റുകൾക്ക് ഈ മേഖലയിൽ സാധിക്കുമെന്നുള്ളതാണ്. ഈ ടൂറിസത്തിന് വലിയ രീതിയിൽ ഉപകാരമാണ് ഇത്തരം ഷ്യോക്ക് ടണൽ. ടൂറിസം എന്നതിലുപരി പ്രദേശത്തെ നിവാസികൾക്ക് വലിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനായിട്ട് ഷ്യോക്ക് ടണൽ കാരണം ഒരു വലിയ സഹായമാണ്. അവസാനമായി ഇത്തരം മേഖലയിലെ അടിസ്ഥാന സൗകര്യ പദ്ധതികളുടെ ഒരു പൂർത്തീകരണം ഭരണത്തിൽ ജനങ്ങൾക്കൊരു ആത്മവിശ്വാസം ഉണ്ടാക്കും. കാരണം ഞങ്ങളുടെയും കൂടി സർക്കാരാണ് എന്ന തോന്നൽ അവർക്കുണ്ടാകും. കാരണം ഈ വളരെ ഒറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളിൽ, വളരെ മഞ്ഞു മൂടി കിടക്കുന്ന പ്രദേശങ്ങളിലുള്ള ജനതയ്ക്ക് തങ്ങൾക്ക് ആരാണ് ഉള്ളത് എന്നൊരു സംശയം അവർക്ക് തോന്നാനിടയുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് കരുത്തായി നമ്മുടെ സർക്കാരുണ്ടെന്ന് തോന്നിക്കുന്ന ഒരു ഇടപെടൽ കൂടിയാണ്. കാരണം ജനാധിപത്യത്തിന് കൂടി വലിയ മുതൽക്കൂട്ടാകുന്ന ഒരു സാഹചര്യമാണിത്. പക്ഷെ ഇങ്ങനൊരു സാഹചര്യമാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെയുള്ള സർക്കാരുകൾ ഇത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാര്യത്തിൽ നിന്ന് മാറുന്നത്. അവർക്ക് എത്രയധികം ആ പ്രദേശങ്ങളിലെ ജനത ഈ രാജ്യത്തിൻ്റെ ഭാഗമല്ല എന്നവർക്ക് തോന്നിയാൽ നമുക്ക് എങ്ങനെയാണ് അവരെ കുറ്റം പറയാനായിട്ട് കഴിയുക ആ കാലങ്ങളിലൊക്കെ. പക്ഷെ ആ ഒരു കാര്യത്തിനാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ളൊരു മാറ്റം ഉണ്ടായിരിക്കുന്നത്. ആ പ്രദേശം വളരെ വിദൂരമായിട്ട് ഒറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണ്. കഠിനമായ ശൈത്യകാലത്തും ഈ തുരങ്കത്തിൻ്റെ ഒരു വിന്യാസം ശക്തിപ്പെടുത്തിയത് കാരണം അവരുടെ തദ്ദേശീയരായിട്ടുള്ള ആൾക്കാർക്ക് വളരെ വലിയ ഒരു പ്രയോജനമാണ് ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ടണലിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജീവൻ നൽകിയ സൈനികർക്ക് രാജ്നാഥ് സിംഗ് ആദരാഞ്ജലികൾ അർപ്പിക്കുകയുണ്ടായി. സൈന്യത്തിന് വളരെ വലിയ പിന്തുണ നൽകിയ ജനതയ്ക്ക് അദ്ദേഹം നന്ദി പറയുകയും ചെയ്തു. നടന്ന ഭീകരാക്രമണത്തിൽ ഇന്ത്യ നടത്തിയ ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു പ്രതികരണമുണ്ട്. അത് ലോകം കണ്ടതാണ്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ലോകം കണ്ടു നിന്നു ഇന്ത്യക്കെതിരെ ഭീകരാക്രമണം നടത്തിയ പാകിസ്ഥാൻ ഇന്ത്യ എങ്ങനെയാണ് മറുപടി കൊടുത്തതെന്ന്. അപ്പോൾ അത്തരമൊരു സാഹചര്യങ്ങളിലൊക്കെയും ഈ ഒരു റോഡ് ഒരു ഉപകാരം വളരെ വലുതാണ്. കാരണം ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള വലിയ രീതിയിലുള്ളൊരു തിരിച്ചടികൾ
അയൽ രാജ്യങ്ങൾക്ക് നേരെ ഇന്ത്യക്ക് കൊടുക്കേണ്ടി വരുമ്പോൾ, കാരണം പാകിസ്ഥാൻ ഏത് സമയത്തും ഭീകരവാദികളെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ആക്രമണം ഇന്ത്യക്ക് നേരെ നടത്തും. അങ്ങനെ നടത്തുന്ന സാഹചര്യങ്ങളിലൊക്കെയും വലിയ പ്രയോജനമാണ് നമുക്ക് ഷിയോക്ക് ടണലിൻ്റെ ഒരു നിർമ്മാണത്തിൽ കൂടി സാധ്യമായിരിക്കുന്നത്. 1200 അടിയിലധികം ഉയരത്തിൽ നിർമ്മിച്ച 920 മീറ്റർ നീളമുള്ള പാതയാണ് ഷിയോക്ക് ടണൽ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയതും തന്ത്രപ്രധാനപ്പെട്ടതുമായ സൈനിക ഔട്ട്പോസ്റ്റുകളിൽ ഒന്നായ ദൗലത്ത് ഓൾഡിയുമായി ബന്ധിപ്പിക്കുന്ന 255 മീറ്റർ DSP റോഡിലാണിത് സ്ഥിതി ചെയ്യുന്നത്. സിന്ധുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൈവഴിയായ ഷിയോക്ക് നദിക്ക് സമാന്തരമായിട്ട് കടന്നു പോകുന്ന കാറക്കോറം മേഖല വളരെ മണ്ണിടിച്ചിലിനും നമ്മുടെ മഞ്ഞ് ഇടിച്ചിലിനും ഒക്കെ വളരെയധികം പേരുകേട്ട ഒരു ഇടമാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഏറ്റവും സുരക്ഷിതമായ ഒരു റോഡ് അവിടെ വേണ്ടത് വളരെയധികം ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ അത്തരം ഒരു വെല്ലുവിളികൾ നിറഞ്ഞ മേഖലയിലാണ് ഇത്തരമൊരു റോഡിൻ്റെയൊക്കെ വലിയ ആവശ്യം. അത് ആണ് ഇപ്പോൾ വളരെ മെച്ചപ്പെട്ട രീതിയിൽ അത് പൂർത്തീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഷിയോക്ക് ടണലിൻ്റെ ഉദ്ഘാടനം ചെയ്തതോടുകൂടി രാജ്യത്തെ സംബന്ധിച്ച് വലിയ ഒരു കാര്യമാണ് പൂർത്തിയായിരിക്കുന്നത്. ബോർഡർ റോഡ് ഓർഗനൈസേഷൻ്റെ 325 പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്നാണ് തുരങ്കം. 4737 കോടി രൂപ ചെലവിലാണിത് പൂർത്തീകരിച്ചിരിക്കുന്നത്. അതിർത്തി പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള റോഡുകൾ, പാലങ്ങൾ, മറ്റനവധി നിർമ്മിതികളും ഇതുമായി ബന്ധപ്പെട്ട് ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ചൈനയും പാകിസ്ഥാൻ്റെയും ഒക്കെ തർക്ക പ്രദേശങ്ങളിലൂടെയാണ് മുൻ സൂചിപ്പിച്ചതുപോലെ ഇത് കടന്നു പോകുന്നത്. അതായത് കാറക്കോറം മേഖലകളിൽ പാകിസ്ഥാൻ്റെയും ചൈനയുടെയും തർക്ക പ്രദേശങ്ങൾക്ക് സമീപത്തോടു കൂടിയാണ് റോഡ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം വലിയ സൈനികമായ പ്രാധാന്യമുള്ള റോഡാണ്. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ ചൈനയുടെയും പാകിസ്ഥാൻ്റെയും ഒക്കെ എതിർപ്പ് പ്രമാണിച്ച് മുൻ സർക്കാരുകളൊന്നും തന്നെ, കഴിഞ്ഞ കോൺഗ്രസ് സർക്കാരുകളൊന്നും തന്നെ ഈ റോഡിൻ്റെ പൂർത്തീകരണം നടത്തിക്കൊടുത്തില്ല. അത് നടത്താൻ വേണ്ടിയിട്ട് തയ്യാറായില്ല. കാരണം അതിർത്തി രാജ്യങ്ങളെ ഒന്നും പിണക്കാൻ പാടില്ല. പക്ഷേ അതിനൊക്കെ ബദലായിട്ട് ഇപ്പോൾ വളരെ ശക്തമായ ഒരു ഭരണകൂടം നമുക്കുണ്ട്. ആ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ ഷിയോക്ക് ടണൽ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഭാരതത്തെ സംബന്ധിച്ച് വലിയ അഭിമാനകരമായ ഒരു നേട്ടമാണ്. ഏറ്റവും സന്തോഷകരമായ ഒരു ദിനം കൂടിയാണ് ഇന്ന്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.